എന്തിനും ഏതിനും എല്ലായ്പ്പോഴും രാഹുകാലം നോക്കേണ്ടതുണ്ടോ? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആശ്വാസങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും എല്ലായ്പ്പോഴും രാഹുകാലം നോക്കേണ്ടതുണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എന്തിനും ഏതിനും എല്ലായ്പ്പോഴും രാഹുകാലം നോക്കാറുണ്ട്. എന്നാൽ അത് എന്തിനും എല്ലായ്പ്പോഴും നോക്കേണ്ടതുണ്ടോ? ഇല്ല. നമ്മൾ പുതിയതായി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴോ പുതിയതായി ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോഴോ ഒക്കെയാണ് നമ്മൾ രാഹുകാലം ഒഴിവാക്കേണ്ടത്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക്, സ്ഥിരമായി പോകുന്ന യാത്രയ്ക്ക് രാഹുകാലം നോക്കേണ്ടതില്ല. സ്ഥിരമായി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും സ്ഥിരമായി ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ രാഹുകാലം നോക്കേണ്ടതില്ല. അത് പുതുതായി ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനോ പുതുതായി ഒരു കാര്യം ചെയ്യുന്നതിനോ ഒക്കെ യാത്ര പുറപ്പെടുമ്പോൾ മാത്രമാണ് രാഹുകാലം ഒഴിവാക്കേണ്ടത്. യാത്രാരംഭത്തിന് രാഹുകാലം വർജ്യമെന്നാണ്. എന്നാൽ രാഹുകാലത്തിന് മുന്നേ യാത്ര പുറപ്പെട്ട് രാഹുകാല സമയങ്ങളിൽ യാത്ര തുടരുന്നതിൽ കുഴപ്പമില്ല. നമ്മൾ സാധാരണക്കാർ കലണ്ടറിലും മറ്റും നോക്കി മനസ്സിലാക്കിയിരിക്കുന്ന രാഹുകാല സമയം പലപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ കൃത്യമല്ല. രാഹുകാലം കണക്കാക്കേണ്ടത് ആ സ്ഥലത്തെ അക്ഷാംശ രേഖാംശങ്ങളുടെ അടിസ്ഥാനത്തിലും ഉദയാസ്തമനങ്ങളുടെ അടിസ്ഥാനത്തിലും പകൽമാനത്തിലും രാത്രിമാനത്തിലും വരുന്ന ഏറ്റക്കുറച്ചിലുകളും അടിസ്ഥാനമാക്കി വേണം രാഹുകാലം കണക്കാക്കാൻ. കലണ്ടറിൽ തിങ്കളാഴ്ച 7:09 അല്ലെങ്കിൽ ഞായറാഴ്ച 4:06 എന്ന് പറയുന്ന ഒരു സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്ത് കൃത്യമായി രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുകയും പകൽ ദിനമാനം 30 നാഴിക ഉണ്ടായിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് ഈ കൃത്യമായി തിങ്കളാഴ്ച രാവിലെ 7:30 മണി മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ കാലം രാഹുകാലമായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എല്ലാ 365 ദിവസവും സൂര്യ ഉദയ അസ്തമനങ്ങൾ സംഭവിക്കുന്നില്ല. ഈ 365 ദിവസവും ഒരേ സ്ഥലത്ത് ഒരേ ദൈർഘ്യമുള്ള പകലോ ഒരേ ദൈർഘ്യമുള്ള രാത്രിയോ ഉണ്ടാകുന്നില്ല. അങ്ങനെ രാത്രിയിലും പകലിലും സൂര്യ ഉദയാസ്തമനങ്ങളിലും ഒരേ സ്ഥലത്ത് തന്നെ മാസങ്ങളും ദിവസങ്ങളും മാറുമ്പോൾ ഉദയാസ്തമനത്തിലും പകൽമാനത്തിലും രാത്രിമാനത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുകാലത്തിൻ്റെ സമയത്തിന് മുന്നോട്ടും പിന്നോട്ടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനും രാഹുകാല സമയം 1.5 മണിക്കൂറിൽ ദൈർഘ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. അപ്പോൾ അത് സാധാരണക്കാർ അത് മനസ്സിലാക്കുന്നില്ല. അത് കലണ്ടറുകളിൽ ഇല്ല. അത് ജ്യോതിഷ പരിജ്ഞാനമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാഹുകാലം ചില കാര്യങ്ങൾക്ക് അനുകൂലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. രാഹുവിൻ്റെ കാരകത്വ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് രാഹുകാലം അനുകൂലമായി കാണുന്നു. എന്നാൽ രാഹുകാല സമയത്ത് ലോട്ടറി എടുത്താൽ അത് എന്തെങ്കിലും സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം ലോട്ടറി, ചൂതാട്ടം, ഔഷധങ്ങൾ തുടങ്ങിയവയുടെ കാരകൻ രാഹു ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് രാഹുകാലം അനുകൂലമായും കണ്ടുവരുന്നു. നിങ്ങൾ ഇതുപോലെ രാഹുകാലമൊക്കെ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് താഴെ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.